ഇളമ്പാടിയിലെ പുരാതനമായ ശാസ്താക്ഷേത്രത്തിന് ഒരു നിഗൂഢതയുണ്ട്. വാരത്തുപോക്ക്. സന്ധ്യ കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള വഴിയിലൂടെ ദേവന്റെ ഭൂതഗണങ്ങളും പടിവാരങ്ങളും സഞ്ചരിക്കുമെന്നാണ് വിശ്വാസം. ആ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവർക്ക് വലിയ ആപത്തുണ്ടാകുമെന്ന് പഴമക്കാർ മുന്നറിയിപ്പ് നൽകി. നഗരത്തിൽ നിന്നെത്തിയ വിനയൻ ഈ വിശ്വാസങ്ങളെ പരിഹസിച്ചു. ഒരു കർക്കിടക രാത്രിയിൽ തന്റെ അത്യാധുനിക ക്യാമറയുമായി ആ നിഗൂഢതയുടെ സത്യമറിയാൻ അവൻ ആൽത്തറയിൽ പതിയിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് തണുത്തു. കാറ്റിൽ കരിന്തിരിയുടെയും പഴയ ചന്ദനത്തിന്റെയും ഗന്ധം പടർന്നു. ദൂരെ നിന്ന് വലിയ വെങ്കല ചങ്ങലകൾ തറയിലൂടെ വലിച്ചിഴയ്ക്കുന്ന ശബ്ദം. ക്ലിങ് ക്ലിങ്. വിനയൻ ക്യാമറയുടെ ലെൻസിലൂടെ നോക്കി. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത ചില രൂപങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു. 10 അടിയോളം ഉയരമുള്ള കറുത്ത നിഴൽ രൂപങ്ങൾ കയ്യിൽ കത്തുന്ന പന്തങ്ങളുമായി ആ വഴിയിലൂടെ നീങ്ങുന്നു. ഭയന്നുപോയ വിനയൻ പിന്നോട്ട് മാറിയപ്പോൾ ഒരു ഉണങ്ങിയ മരക്കൊമ്പ് ഒടിഞ്ഞു ശബ്ദമുണ്ടായി. ആ നിഴൽ രൂപങ്ങൾ പെട്ടെന്ന് നിശ്ചലമായി. ഏറ്റവും മുന്നിൽ നടന്ന ഭീമാകാരമായ രൂപം സാവധാനം വിനയന്റെ നേർക്ക് തിരിഞ്ഞു. അതിന്റെ കണ്ണുകൾ കത്തുന്ന കനൽ പോലെയായിരുന്നു. പിറ്റേന്ന് രാവിലെ ക്ഷേത്രക്കുളത്തിന് സമീപം ബോധരഹിതനായി കിടന്ന വിനയനെയാണ് നാട്ടുകാർ കണ്ടത്. അവന്റെ ക്യാമറ പൂർണ്ണമായും ഉരുകിപ്പോയിരുന്നു. ബോധം തിരിച്ചു കിട്ടിയെങ്കിലും വിനയന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു. അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ ഭയാനകമായ നിഴലുകൾ മായാതെ നിൽക്കുന്നു. വാരത്തുപോക്ക് എന്നത് വെറും കഥയല്ലെന്നും അത് മനുഷ്യർക്ക് അപ്രാപ്യമായ മറ്റൊരു ലോകത്തിന്റെ സഞ്ചാരമാണെന്നും ഇളമ്പാടിക്കാർ ഇന്നും ഭീതിയോടെ